മുസ്ലിം കുടുംബങ്ങൾക്ക് അനുവാദമുണ്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആൻ നാം ഒന്നെടുത്ത് നോക്കിയാൽ പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഒരു ഭാര്യയെ ഒരു ഭർത്താവിന് അസഹനീയമായി തോന്നിയാൽ, ഒരു ഭാര്യ ഒരു ഭർത്താവിന് പരിപൂർണമായും കീഴ്വണങ്ങി ജീവിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ എന്റെ ഭാര്യ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് കടക്കാൻ പാടില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങനെ അവസ്ഥ വന്നാൽ അവളെ നിങ്ങൾ ഉപദേശിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരുപാട് നാളുകൾ ഉപദേശിക്കുക. എന്നിട്ടും ആ ഭാര്യ തയ്യാറാകുന്നില്ല. കുറെ നാള് ഞാൻ പറഞ്ഞു, എന്നിട്ടും തയ്യാറാകുന്നില്ല, എന്നിട്ടും നന്നാകുന്നില്ല എന്ന് പേര് പറഞ്ഞ് തലാഖിൽ പോകാൻ പറ്റുമോ? അപ്പോഴും പോകാൻ പറ്റില്ല. അപ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നിട്ടും അവൾ നന്നാകില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് പറഞ്ഞിട്ടും എന്റെ ഭാര്യ നന്നാകുന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തുക, ഭാര്യയോട് പിണങ്ങുക, ഭാര്യയോടൊപ്പം കിടക്കാതിരിക്കുക, ഭാര്യയോടൊപ്പം കിടത്താതിരിക്കുക. അങ്ങനെ പിണക്കം മരിക്കണം. എന്നിട്ടും ഭാര്യ നന്നാകുന്നില്ല, എന്നിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വഹ്ലിബൂഹുന്ന, അടിക്കേണ്ടി വന്നാൽ അടിക്കുക. നിങ്ങൾ ഭാര്യ ഉപദേശം കൊടുത്തിട്ടും കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തിയിട്ടും നിങ്ങളെ അനുസരിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ അടിച്ചു നേരെയാക്കാൻ ശ്രമിക്കുക. എന്തിനാ? ത്വലാഖിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞത്. വീണ്ടും ഖുർആൻ പറയുന്നു, എന്നിട്ടും പറ്റുന്നില്ലയോ? എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലയോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അപ്പോഴും നിങ്ങൾ ത്വലാഖിലേക്ക് പോകല്ലേ. വധുവിന്റെ ഭാഗത്ത് നിന്നും കുടുംബത്തിൽ നിന്നും കുറെ ആളുകൾ, വരന്റെ കുടുംബത്തിൽ നിന്നും കുറെ ആളുകൾ, എല്ലാവരും വന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ രമ്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തട്ടെ. എന്നിട്ടും പറ്റിയില്ല എങ്കിൽ ത്വലാഖിനെ പറ്റി ചിന്തിക്കാം. ഇതാണ് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ഈ രീതിയിലാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. കണക്ഷൻ മാറ്റി. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നാം അറിയുക, പടച്ച തമ്പുരാന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്കെല്ലാവർക്കും കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ ത്വലാഖിലേക്ക് കിടക്കാൻ അനുവാദം തരുന്നുണ്ടെങ്കിൽ എന്താ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്താ? ഇത്രയോ കാര്യങ്ങളാ പടച്ച തമ്പുരാൻ നമുക്ക് അനുവദനീയമാക്കി തന്നത്. അനുവദനീയമായ രീതിയിൽ കച്ചവടം ചെയ്യാൻ പടച്ച തമ്പുരാൻ നമ്മോട് കോപമില്ല. അനുവദനീയമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പടച്ച തമ്പുരാൻ നമ്മോട് കോപമില്ല. അനുവദനീയമായ രീതിയിൽ പാനീയം ഉപയോഗിക്കാൻ അള്ളാഹുവിന് നമ്മോട് കോപമില്ല. അനുവദനീയമായ ഏതൊരു കാര്യം ചെയ്താലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മോട് യാതൊരുവിധ കോപവുമില്ല. എന്നാൽ ഇത്രത്തോളം അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു തആലയ്ക്ക് നമ്മോട് യാതൊരുവിധ കോപവുമില്ല എങ്കിലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അബ്ഗളുൽ ഹലാൽ ഇലല്ലാഹ്, അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു തആലയ്ക്ക് യാതൊരുവിധ മനുഷ്യനോടും യാതൊരുവിധ കോപവുമില്ല എങ്കിലും മനുഷ്യരെ നിങ്ങളും അറിയണേ, ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, അബ്ഗളുൽ ഹലാൽ ഇലല്ലാഹ്, അല്ലാഹു കോപമുണ്ടാക്കുന്ന അനുവദനീയമായ ഒരു കാര്യമുണ്ടല്ലോ, പടച്ച തമ്പുരാന് കോപമുണ്ടാക്കുന്ന അനുവദനീയമായ ഒരു കാര്യമുണ്ടല്ലോ. ഏത് കാര്യമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് വിവാഹമോചനമാ. ഏതെങ്കിലും നാട്ടിലൊരു വിവാഹമോചനം നടന്നാൽ അത് പടച്ച തമ്പുരാന് കോപത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത് കാരണമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നറിയണേ, ഈ ഭൂലോകത്തുള്ള ഏഷ്യ വൻകരയിലുള്ള ഇന്ത്യ മഹാരാജ്യത്തുള്ള കേരള സംസ്ഥാനത്തിലുള്ള കാസർഗോഡ് ജില്ലയുണ്ടല്ലോ, 1992 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഒരു കുടുംബ ജീവിതമെന്താനും പിരിക്കപ്പെട്ടാൽ
വിവാഹമോചനം നടക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആകാശസീമകൾക്കപ്പുറമുള്ള പടച്ചതമ്പുരാന്റെ വിശാല വിസ്തൃതമായ ദർബാറുണ്ടല്ലോ, അള്ളാന്റെ വിശാലമായ ദർബാറില് അള്ളാഹു ഇരിക്കുന്ന അള്ളാഹുവിന്റെ സിംഹാസനമുണ്ടല്ലോ, പടച്ചതമ്പുരാന്റെ സിംഹാസനത്തിന് പോലും കുലുക്കം സംഭവിക്കുന്നതാ. എന്തിന്റെ പേരിലാണ്? ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഭാഗത്തൊരു ത്വലാഖ് നടന്നാൽ, പടച്ചതമ്പുരാന്റെ അർശിന് പോലും കുലുക്കമുണ്ടാവുകയാണ്. അള്ളാന്റെ അർശിന് പോലും കുലുക്കം സംഭവിക്കുന്നു ഒരു കുടുംബ ജീവിതത്തെ വേർപിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ. ഇത്രത്തോളം വിശുദ്ധ ദീനുൽ ഇസ്ലാം കുടുംബ ജീവിതത്തിന് സ്ഥാനം കൊടുക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? അല്ലെ, കല്യാണം കഴിച്ച് 1 വർഷമായവർ, 3 വർഷമായവർ, 5 വർഷമായവർ, 2, 3 മക്കളുള്ളവരുമെല്ലാം നിസ്സാര കാര്യങ്ങളുടെ പേര് പറഞ്ഞ് കുടുംബ ബന്ധത്തെ വേർപിരിച്ചു കളയുക. എന്തിന്റെ പേരിലാ? ഇതില്ലാതെയാക്കാൻ സ്വസ്ഥമായ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്? ഒരുപക്ഷെ നമുക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, കല്യാണമൊക്കെ കഴിച്ച് ആദ്യം ഒരു പ്രശ്നമില്ല, വഴക്കില്ല, വക്കാണങ്ങളില്ല, പരസ്പരം പരിഹരിക്കാൻ പറ്റാത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല.